ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ. സത്യമായുള്ളത് കേട്ടാലും എങ്കിലോ നൂനമനാദ്യ വിദ്യാബന്ധേതുന. താനാമഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാപമാർത്ഥകമായതും. സംസാരമോരാഗത രോഷാദിസങ്കുലം മാനസം സംസാര കാരണമായതും. മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മ മനസ്സമാനത്വം ഭവിക്കയാൽ ആത്മമനസ്തൽ കൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന. ചിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി. സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തതസ്തദാ. വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളാൽ. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങും ആഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നും അനാദ്യ വിദ്യാവശം പ്രാപിച്ച് തിഷ്ഠത്യ അഭിനിവേശത്താൽ പുനരഥ സൃഷ്ടികാലേ പുനർവാസനയാ സമം. ജായതേ ഭൂയോ ഘടീയന്ത്രവത്സദ. മായാബലത്താൽ ആർക്ക് ഒഴിക്കാമെടോ. യാതൊരിക്കൽ നിജപുണ്യവിശേഷണ ചേതസി സൽസംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻ മതി മദ്വിഷയാദൃഢം. ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ. ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ. സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനവും ഉണ്ടായി വരും. ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്ന് ആഹന്ത വേറൊന്നു നൂനമാത്മാവിതു. സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം. യുദ്ധം അറിയുമ്പോൾ മുക്തനാം അപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നിതിങ്ങനെ
ചേതസി സംസാരദുഃഖം അവനില്ല. നീയും മയാ പ്രോക്തമൊത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തെ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവും ഏവം നിനക്കു കാട്ടിത്തന്നു. താപം ഇനി കളഞ്ഞാലുമേ അശേഷം നീ മദ്രൂപ ഈ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം. ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാൽ ആത്മബോധേന ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർത്തു മുക്തയായാളൊരു നാരിയെന്നാകിലും. വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞിതു സുഗ്രീവനും ഇവ കേട്ടോരനന്തരം. അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോട് അതിസ്വസ്ഥനായാൻ തുലോം. സുഗ്രീവ രാജ്യാഭിഷേകം. സുഗ്രീവനോട് അരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാം അംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാര കർമാദി കർമ്മങ്ങൾ അപുണ്യാഹ പര്യന്തമാകന്ത ചെയ്ക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ. സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരീ മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്ത മാർഗേന കർമ്മം കഴിച്ചത്. സ്നാത്വാ ജഗാമ രഘുത്തമ സന്നിധൗ. മന്ത്രികളോടും പ്രണമ്യ പദാംബുജം അന്തർമുദ പറഞ്ഞാൻ കവിപുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയൻ ഇനി തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശത്തെ പാദ പത്മദ്വയ സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാൻ അതിലൊരു സംശയം പ്രീതനായി പോയാലുമാശു മമാജ്ഞയാ. രാജാധിപത്യം നിനക്കു തന്നേനിനി പൂജ്യനായി ചെന്ന് അഭിഷേകം കഴിക്ക നീ. നൂനം ഒരു നഗരം പുകയുമില്ല. ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ. സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേചയ പ്രഭോ. സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെ പോലെ പരിപാലനം ചെയ്ത് ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രഭുതി ചാതുർമാസ്യകമാകുലാൽ. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വാങ്കിതാൻ ഇരിപ്പേടമറിഞ്ഞു വന്നെന്നോടു ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈസമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോടും സുഗ്രീവനും ചെന്നു പുരിപുക്കഭിഷേകവും ചെയ്തു വന്നിതു. രാമാന്തികെ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാഖ്യേ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമൂർധ്വശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹ്വരം കാണായി. സ്ഫാടിക ദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം. വാദവരിഷ ഹിമാതപവാരണം പാദപവൃന്ദഫലമൂലസഞ്ചിതം. തത്രൈവ വാസായ
രോചയാമാസ സൗമിത്രിനാ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദി ഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷി മൃഗാദിരൂപം ധരിച്ചന്വഹം പക്ഷീധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ. സ്ഥാവര ജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധി വിരതനായി ഏകാന്തദേശേ മരുവും ദശാന്തരെ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ചരുളിടിനാൻ. കേൾക്കയിൽ ആഗ്രഹം വാരം ക്രിയാത്മാർഗം ആഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതേ. വർണ്ണാശ്രമികൾക്കു മോക്ഷം പോലതു വർണ്ണിച്ച് അരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദം ഉപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാൻ അരുൾ ചെയ്കിലോ ലോകോപകാരം ആകെയും ഉണ്ടല്ലോ. ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു. ക്രിയാമാർഗ ഉപദേശം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിൻ ഓർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം ഒഴുക്കയാൽ തന്നുടെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവം ആരാധിക്കമാമടോ. ഹൃൽകമലത്തിങ്കലാകുമാം പുനരഗ്നി ഭഗവാങ്കൽ ആകിലുമാമടോ. മുഖ്യ പ്രതിപാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ഡീലത്തിങ്കലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമം എത്രയും. വേദ മന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ. മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയും നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം എനിക്കെന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസു കൊണ്ടാദരാൽ അർക്കനെ സ്തണ്ഡിതത്തിങ്കലെന്നാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഗന്ധപുഷ്പാക്ഷതഭക്ഷ്യ ഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനടോ. വസ്ത്രാജിനകുശാദ്യങ്ങളാൽ ആസനമുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന് ആവിർമുദാലിപിന്യാസം കഴിക്കണം. ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമ മൂർത്തി പഞ്ചന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ച് ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യ പദാർത്ഥമായും മധുപർക്കാർദ്ധ ആചമാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയും വെച്ചു കൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടീതുജ്വലാം ഹൃൽക്കമലെ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തം എന്നുറയ്ക്കേണം ഇളക്കവും കൂടാതെ. ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം.
പാദ്യവും അർഘ്യവും തഥാ മധുപർക്കമിത്യാദ്യൈ പുനഃ സ്നാനവസ്തുവിഭൂഷണ എത്രയുണ്ടുള്ളത് ഉപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ. ആഗമോക്തപ്രകാരേണ നീരാജനൈർ ധൂപ ദീപൈർനിവേദ്യ ബഹുവിസ്തഭൈ ശ്രദ്ധയാ നിത്യമായി അർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ. ഹോമം അഗസ്ത്യോക്തമാർഗകുണ്ഠാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമൻ അതെന്നിയെ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചിത്തതാരിൽ നിനയ്ക്ക കുമാരാ നീ. ഔപസാഗ്നൗ ചരുണാഹവിക ഹവിഷാധ സ്വപാധിനാചൈക ഹോമം മഹാമതേ തപ്തജാംബുനദ പ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണവിഭൂഷിതം കേവലം മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യ ബുധോത്തമൻ. പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി ഭക്തവാസം നാഗവല്ലീതലാദിയും ദത്വാ മദഗ്രേ മഹൽ പ്രീതിപൂർവകം തൃത്വഗീതസ്തുതി പാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്ത് ഉടൻ ചേതസി മാം ഉറപ്പിച്ചു വിനീതനായി മബ്ദത്തമാകും പ്രസാദത്തെയും പുനൽ ഉത്തമാംഗേ നിധി ആനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാഭിദ്ധി മുഹുരുത്വ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യം മഹസിംഗലിത്തം ദിനം അനുപൂജിക്ക മത്സഖേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ മോഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ. ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലും നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയൻ അരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോട് അശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരം മായാവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജനമോഹിനീനാഥേ മമ പ്രിയേ. ഏവമാദിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിതു സൗമിത്രി തന്നുടെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടുമരുവും ചില നേരം. ഹനുമൽ സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേൾക്ക കപീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നതു സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചാലതേതുമൻ എന്ന് എന്നുടെ മാനസേ തോന്നുന്നതിന്നഹോ. ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യ സംവദൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായി താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങ ഇങ്ങനെയെന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശോവ പരശോധവാതവ മൃത്യു ഭവിക്കുമതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേൽ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടു മുർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം. രാപ്പകലുമറിയാതെ വസിക്കുന്ന
കോപ്പുകൾ എത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ട് അഞ്ജസാഭീതനായൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ, സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരം എന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കും അയച്ചിടണം. സപ്തദ്വീപസ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കവിവീരരെ പാരാതയയ്ക്ക സന്ദേശപത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരണം കവികുലം, പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വധ്യനായവത് അവൻ, അതിനില്ലൊരു സംശയം. സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പൂക്കിരുന്നിടിനാൻ. ഭർത്തൃനിയോഗം പുരസ്കൃത മാരുതപുത്രനും വാനരസത്തമന്മാരെയും 10 ദിക്കിന്നുമയച്ചാൻ. അഭിമതദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം വായുവേഗപ്രചാരേണ കവികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാദി തൃപ്താത്മന മായാമാനുഷകാര്യാർത്ഥം അതിദ്രുതം. ശ്രീരാമന്റെ വിരഹതാപം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും വിരിഞ്ഞു വാഴും വിധൗ താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ, പാപമയ്യോ മമ കാൺക കുമാരാ നീ, ജാനകീദേവി മരിച്ചിതോ കുത്രചിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ. നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ കഞ്ചിൽ പുരുഷൻ എന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിടുകിൽ കേവലം എത്രയും ഇഷ്ടനവൻ മമ എങ്ങാനുമുണ്ടിരിക്കുന്ന അതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകീദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ, വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതുമെനിക്കില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിതു. ചന്ദ്രാശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തതാ വന്നു തടവിടുകന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലം ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദിവാനിശം ആസക്തനായി ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ. വന്നു ശരൽക്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നേടമെന്ന് അറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മാർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. യുദ്ധമരുൾ ചെയ്ത രാഘവനോട് അതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിയിടിനാൻ. വത്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവനദ്യായതവാന്തികം ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞിതു പ്രജ്ഞനായൊരു സുമിത്രാതനയനും. ആദായ ചാപുതുണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധും അബുദ്യുതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു. ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി
കിന്തു ഭയപ്പെടുത്തിയിടുരെന്നേ വരൂ. ബാലിയെ പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീ. യുദ്ധം അവനോടു ചെന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊള്ളുക നീ. വേഗേന വന്നാൽ അതിനനുരൂപമാം ആകുതമോർത്തു കർത്തവ്യമനന്തരം. ലക്ഷ്മണന്റെ പുറപ്പാട്. അഗ്രജാത്മാജ്ഞയാ സൗമിത്രി സന്തതം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു മോവിപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞനൻ അനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ. മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ. നാനാജനങ്ങളും മായയാ മോഹിച്ച് മാനസം അജ്ഞാന സംയുക്തമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മായ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ. രാമനായി മാനുഷ വ്യാപാരജാതയാം രാമായണാവിധമാനന്ദദായിനിയും സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്തൽ ക്രിയാകാല ദേശോചിതം നിജചിത്തെ പരിഗ്രഹിച്ചിടിനാൻ ഈശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തനദ്വയൻ. കാമാദികളാൽ അവിലിപ്തൻ അവ്യയൻ വ്യോമവത് വ്യാപ്തൻ അനന്തൻ അനാമയൻ. ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധവും ഉണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ. കിഷ്കിന്ധയാം നഗരാന്തകം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടിതു. മർക്കടന്മാർ അവനെ കണ്ടു പേടിച്ചു ചക്രു കിലുകില ശബ്ദം പരവശാൽ. വപ്രോപരി പാഞ്ഞുകല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാനുൾക്കാമ്പിൽ അഭ്യുദ്ധനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചതു. ഭല്ലൂകവൃന്ദവും വല്ലാതെയായതു. ലക്ഷ്മണൻ ആഗതനായത് അറിഞ്ഞത തൽക്ഷണം അംഗദനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ശ്ലേഷവും ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛ വത്സത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം അവിളംബരം വരും. ഉഗ്രം നാം അഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിൽ അതേ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്ന് ചൊന്നതു കേട്ടൊരു ബാലീതനയനും. തന്നിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി. കാപേയഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തതല്ലായിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവൻ അതു കേട്ടു മന്ത്രിപ്രവരനാം മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ.
അംഗദനോടുകൂടെ അന്തികേ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായൊരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞ് ഏവം അയച്ചത താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാലനെ പോകണമാശു നീ താരേ മനോഹരെ ലക്ഷ്മണൻ തന്നുടെ ചാരത്തു ചെന്ന് കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ. പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം. ഇത്രം അർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു പാകെ നിന്നരുളുവാൻ അന്തഃപുരത്തിലാമാറെഴുന്നള്ളണം. രാജധാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിതു. യൂതവന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ട് ആനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യമുഖിയായ മാനിനി താരാ മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചെന്നാൾ. അഹോ തവ മന്ദിരമായിതെന്ന് അറിഞ്ഞില്ലയോ. ഭക്തനായി അത്രയും ഉത്തമനായി തവ കൃത്യനായോരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാബല്യമേറുമിജ്ജാതികൾക്കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം. ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു. 10 ദിക്കിന്നും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ. പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവിസത്തമന്മാരെല്ലാം. പുത്രകളത്രമിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാം അറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രമം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്നിച്ചു. മത്തനായി വിഹ്വലിതേക്ഷണാനാം കവിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോടു ചൊല്ലിനാൻ. നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ. വൃത്രാരിപുത്രനെ കൊന്ന ശരം ആര്യപുത്രൻ കരസ്ഥിതമെന്ന് അറിക നീ. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥൻ അരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ട് അതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. യുദ്ധം അരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവിസത്തമൻ ഓർക്കിൽ സുമിത്രാത്മജനിലും. സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നിതു. താമസമെന്നിയെ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും. വിസ്മയമാറു കണ്ടിലയോ ഭവാൻ വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്ന് ആഗതന്മാരായ വാനരവീരരെ. ശ്രീരാമകാര്യം അശേഷേണ സാധിക്കും ആമയമെന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ. സുഗ്രീവൻ അർഘ്യപാദ്യേന
പൂജ ചെയ്ത് ഉഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമതാദാഹമാകന്ത രാഘവ കാരുണ്യലേശേന ദക്ഷിണനദ്യ ഞാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞ് അവനോടു ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനടോ. വൈകാതെ ഭോഗവനത്തിനു നാം ഇനി രാഘവൻ താനേ വസിക്കുന്നതും എടോ. സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുമെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി പേരീ മൃദംഗ ശംഖാദി നാദത്തോടും അഞ്ജനപുത്ര നീലാംഗത ധൈരള മഞ്ജസ വാനരസേനയോടും തഥാ ചാമരശ്വേതാതപത്ര വൃജനവാൻ സാമര സൈന്യനാ ഖണ്ഡനല്ലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന് ആമോദമോടു നടന്നു കവിവരൻ. ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വല മാനസം ചീരാജിനധരം ശ്യാമം ജടാമുകുടോജ്വലം മാനവം രാമം വിശാല വിലോലം വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കവിവരൻ. തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികേ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടുകാടമ്പുലും പുണർന്നിടിനാൻ. സൗഖ്യമല്ലീ ഭവാനെന്നു ഉര ചെയ്തു ഉടനൈക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്ത് അളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. സീതാന്വേഷണ ഉദ്യോഗം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചാനന്ദം നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമെന്നാദരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കടവീരരിവരി കാണാതൊക്കവേ നാനാകുല ആചല സംഭവന്മാരിവർ നാനാസരിദ്വീപശൈലി നിവാസികൾ പർവ്വതതുല്യ ശരീരികളേവരും ഉർവീപതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിനി. കേജിൽ ഗജബലന്മാരതിലുണ്ടു താൻ കേജിൽ ദശഗജ ശക്തിയുള്ളവരുണ്ട്. കേജിത മിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോൽപല രൂപികൾ കേജിൽ കനകസമാന ശരീരികൾ. കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരഥാപതേ ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും. നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കവിബലം മൂലഫല ദലപ്രക്വാശമന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ. താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുലപുങ്കവ. വൃക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവപുത്രനിവനല്ലോ. കോടി ഭല്ലുക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജൻ ഈശാംശ സംഭവൻ. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധിപൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതിരാരൻ
മഹാബലി വീരൻ പ്രമാദി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാം അംഗദൻ. ഇങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലോ അതോളമുണ്ടല്ലോ. വേണ്ടുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാൽ ഇങ്ങനം ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യ ഗൗരവം നിങ്കലെ നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷോ നീ. ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരനയച്ചിതു 4 ദിക്കിങ്കലും 100,000 കവിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലതും പോയി തീരണം. അംഗദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞ് ഇങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പല ഭക്താക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം. ഏണാംഗശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോടും യുദ്ധം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതു അരികെ ചെന്നു ഭാഗവതോത്തമനും അരുന്നീടിനാൻ. യുദ്ധം കവികൾ പുറപ്പെട്ട നേരത്ത് ഭക്ത്യാ തൊഴുതിതു വായുനൊത്തനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ച് ആദരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ. രാമനാം അങ്കിതമാൻകുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാളവാക്കും അരുൾ ചെയ്ത് മന്നവൻ പോയാലുമെന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷാവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കവി സഞ്ജയം. ലക്ഷ്യവും വൃത്രാരിപുത്രതനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം. നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞ് അതിസത്വരം നീള നടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവിപുക്കു തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്ന് അതിക്രൂരനായൊരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കപിവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പണ്ഡിമുഖൻ അല്ലിവനെന്നു മാനസേ ചിന്തിച്ച് പിന്നെയും വേഗേന പോയവർ. സ്വയം പ്രഭാഗതി. അന്ധകാരാണ്യമാശു പൂക്കിടിനോരു അന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തോടും മർക്കടവീരരുണങ്ങി വരണ്ടോരു ജിഹ്വയോടും നടക്കുന്ന നേരത്തോരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. തൃണഗണച്ഛന്നമായൊന്ന് അതിലില്ലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലമതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം അതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി
മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞതിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ച് ആകുലാൽ ഖിന്നതയോടും നടന്നുപോയി ചെന്ന് ഒരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലാ മാറതിധന്യ ദേവസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പദം. വാവികളുണ്ടു മണിമയവാരിയായ ആപൂർണകളായി അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമതുല്യമായി പീയൂഷ സാമ്യ മധുരദ്രോണ സംയുത പേയഭക്ഷ്യാന്ന സംഹിതകളായുള്ള വസ്ത്രങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദിപരിഭൂഷിതങ്ങളായി. മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടോരൊരുത്തിയെ യോഗം ധരിച്ചു ജഡാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി. പാവക ജ്വാലാസമാഭ കലർന്ന അതിപാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണം മനസ്സൊരു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനു അവരോട് ചൊല്ലിനാൾ, നിങ്ങളാരാകുന്നതെന്തു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസലത്തിങ്കൽ അയോധ്യയെന്ന് ഉത്തമമായുണ്ടൊരു ഭൂരിഭൂതലേ. തത്രൈവ വാണു ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിത് 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠൻ അവർകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലെ മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും മനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി. എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരികെന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു 1,00,000 കവിവരന്മാരുണ്ട്. ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലാകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പൂക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിവ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞില്ല, നേരെ അരുൾ ചെയ്ക വേണമേതും ശുഭേ. യോഗിനി താനും അതു കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ, പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ച് അമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പൂക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവം അഞ്ജസ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാമനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ. മുക്തേന്ദുശേഖരൻ തന്നെ അതുമൂലം ദിവ്യ പുരമിതം നൽകിനാനീശ്വരൻ. ദിവ്യ സംവത്സര നാമയൂതായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹപുര തൽസഹിനാനിക നാംന
സ്വയംപ്രഭ സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോടു ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലെ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം. ജാനകീദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ. സൽക്കരിച്ചിട് അവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തുപോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക, നാരായണസ്വാമി തന്നെ രഘുത്തമൻ. ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം, യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ, നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ, സത്വരം പൂർവസ്ഥിതാട വിഭുക്കിടു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാർ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ.